ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പരിപാടി. അപ്പം അച്ഛനാണ് ഫുഡ് ചെയ്യുന്നത്, റെസ്റ്റോറൻറ്റിലെ ഫുഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പ്യോർ വെജിറ്റേറിയൻ ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം. അങ്ങനെ ദേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ. ഞാൻ അച്ഛനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വീടിനടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. ചെറിയ സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വണ്ടി നിർത്തി നേരെ ഇറങ്ങിയത് ആദ്യം ഇതാണ് കേട്ടോ കണ്ടത്. ചുടുക്കറ നല്ല ചൂട് ജിലേബി ഇങ്ങനെ അവരുണ്ടാക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. ഞാൻ കുറേ നേരം അതിങ്ങനെ ഉണ്ടാക്കണം നോക്കി നിന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് കാണാനായിട്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ അതിന്ന് ഒരു ജിലേബി ചൂടോടെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ ഇവിടെ ഇരിക്കണ കണ്ടോ, എന്ത് രസം തന്നെ, നല്ല ക്യൂട്ടായിട്ട് ചെറുതായിരുന്നു, ചെറിയ ജിലേബി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം മുറുക്ക് അട ഉണ്ടായിരുന്നു, അട ഒന്നെടുത്ത് കഴിച്ചു. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അടയൊക്കെ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ, ഭയങ്കര ഹെവി ഒന്നും അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ഇളനീർ പായസം, നമ്മുടെ മെയിൻ സാധനം അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചു നോക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ഈ ചേച്ചിമാർ ലൈവായിട്ട് നിന്നിട്ട് അരിമുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കണത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ മെഷീനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ അത് എന്തോ ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിങ്ങനെ ചെയ്യാൻ എന്ത് സ്പീഡായിട്ടാണെന്ന് അറിയാം അവർ ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതേപോലെ അവർ വേറെ കുറേ ഡിഫറെൻറ്റ് ആൽഫബറ്റ്സിൽ ചെയ്തിട്ടുണ്ട്, വേറെ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ ഡിസൈൻസിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ കൊടുന്ന മുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. വേറെ കളേഴ്സിൽ, വെറൈറ്റി കളേഴ്സിൽ അവിടെ പേര് എഴുതിയിട്ടുള്ളത്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറത്തെ രണ്ട് ചേച്ചിമാരും ഒരേ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണത് തന്നെ എന്ത് ഫാസ്റ്റായിട്ടാണെന്നറിയാം. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നു കേട്ടോ. അവിടെ രണ്ടുപേരും ഒരേ സ്പീഡിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ ഞാൻ അകത്തേക്ക് പോയി. അവിടെ അതേ പാനിപ്പൂരി ചാട്ട് സെൻ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പാനിപ്പൂരി ഞാനിങ്ങനെ കണ്ടപ്പം ഒരു കൊതി തോന്നി. അങ്ങനെ 2 ബോൾസ് പാനിപ്പൂരി കഴിച്ചു കേട്ടോ. അത് ആ ചേട്ടൻ എനിക്ക് എടുത്തു തരാണ്. അങ്ങനെ അത് 2 എണ്ണം കഴിച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് പോയപ്പോൾ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഫുൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ, വെജിറ്റേറിയൻ പരിപാടിയാണ്. അപ്പം ഇത് ഇങ്ങനെ എന്താ പറയുക, ചീസ് ബോൾസും അങ്ങനെ വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സായിരുന്നു. 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ചാട്ട് സെൻ്റർ, നമ്മുടെ പാവ് ബജി, അത് ഇത് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. മുളകൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാനൊരു ചെറിയ ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അത് കാരണം അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് എടുക്കാൻ മറന്നുപോയി, നമ്മുടെ ജ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നപ്പോൾ നമ്മളുടെ ബൺ പൊറോട്ട മേക്കിംഗ് ആയിരുന്നു. അത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ബൺ പൊറോട്ട. അതിങ്ങനെ ചുടുക്കനെ ഇങ്ങനെ കാണാനും നല്ല രസമായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ വെറൈറ്റി ദോശ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തു. അതിനുശേഷം പിന്നെ നമ്മളുടെ രാമേശ്വരൻ ഇഡ്ഡലി ഉണ്ടായിരുന്നു. പിന്നെ രസവട ഉണ്ടായിരുന്നു. ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, തവ ചെയ്തെടുത്ത് വെജിറ്റബിൾസ്. പിന്നെ സലാഡ്സ് ഉണ്ടായിരുന്നു, മാംഗോ സലാഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സലാഡ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സലാഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡെസേർട്ടാണ് കേട്ടോ, ഇതാണ് ഷായ് തുക്കട. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ബർഫി ആയിരുന്നു, ഇതും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ അതൊന്നും ഒരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ റസ്മലായി, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് റസ്മലായി, അതും ഞാൻ എടുത്ത് കഴിച്ചായിരുന്നു. അത് കണ്ടോ, അത് കഴിക്കണതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവിടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണതാണ് കേട്ടോ. ഒന്നും പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, എല്ലാം അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് മിനി ഫലൂഡയാണ് കേട്ടോ ഈ കാണണത്. ഇത് കണ്ടോ, ഈ ബർഫി ഭയങ്കര ടേസ്റ്റായിരുന്നേ. അടിപൊളിയാണോ? സൂപ്പർ. ഷായിദുകൂടല്ലേ? ഷായിദുകൂട എന്ന് പറഞ്ഞാൽ മിൽക്ക് റബഡി മിൽക്ക്. അതിൽ നമ്മൾ മറ്റേ പിസ്ത ബദാം വൈകിട്ട് ഗാർണിഷ്, എന്നിട്ട് ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കും. അത് ഫ്രൈ ചെയ്യും. അതിലേക്ക് അതിൻ്റെ മേലെ ഈ റബഡി മിൽക്ക് ഇതാക്കി ഡ്രൈ ഫ്രൂട്ട് എല്ലാം കൂടി ഇട്ടിട്ട് സാഫ്രോൺ ഉണ്ടല്ലോ, സാഫ്രോൺ നല്ല ഒരു പീസിനെ വേണം. അത്
അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ വീണ്ടും ആ ചേട്ടൻ നമ്മുടെ ബൺ പൊറോട്ട എടുത്ത് ഇങ്ങനെ അടിച്ചിട്ട് ചൂടോടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് 2 വെറൈറ്റി സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഈ അറ്റം മുതൽ അറ്റം വരെ ഫുൾ വെജിറ്റേറിയൻ ഫുഡായിരുന്നു കേട്ടോ. പുലാവ്, പിന്നെ മഷ്റൂം, അതേപോലെ തന്നെ ചന്ന മസാല, അങ്ങനെ കുറേ ദാൽ ഫ്രൈ, അങ്ങനെ കുറേ വെറൈറ്റി കറീസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വെജിലധികം ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക, വെജിലധികം ഓപ്ഷൻസ് ഇല്ല. പക്ഷേ വെജിൽ നല്ല സ്പ്രെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അവിടെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉണ്ടായിരുന്നു. അവിടെ മഷ്റൂം എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മുടെ ഫുൽക്ക, പിന്നെ മണിപ്പുട്ടുണ്ടായിരുന്നു, പിന്നെ വെള്ളയപ്പം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദോശ ലൈവായിട്ട് കുറേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ദോശകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അതൊന്നും എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ദേ ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമ്മളുടെ വെജിറ്റേറിയൻ ഒരു സ്പ്രെഡ് വരുന്നത്. പിന്നെ ഞാനവിടെ കണ്ട സാധനമാണ് കേർഡ് റൈസ് കേട്ടോ. കേർഡ് റൈസും ദേ നമ്മുടെ ഉണക്കമുളകും എനിക്ക് കണ്ടപ്പോൾ കൊതിയായി. പിന്നെ കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. താങ്ക് യു.